Assalamu alaikum. Happy Ramadan. Hello friends, welcome to Honey. ഞാൻ നൂർജഹാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യമേ കാണാൻ ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യണം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇടത്തരം തക്കാളി ഒരെണ്ണം, ഉപ്പ് ആവശ്യത്തിന്. തക്കാളി ഒഴികെയുള്ള ചേരുവകളെല്ലാം ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഫ്രൈ ചെയ്തെടുത്ത സവാളയിൽ 1/4 ഭാഗം സവാളയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ അടച്ചു വെക്കാം. അരമണിക്കൂറായി ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബാക്കി എടുത്തു വെച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ആൻഡ് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളമായി അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇതൊന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ഗ്രേവിയോട് കൂടി മതിയെങ്കിൽ ഈ പരുവത്തിൽ ഓഫാക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച സവാളയിൽ പകുതി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായി ബാക്കി വെച്ച സവാളയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക് യു.